നമുക്കിവിടെ കടലുണ്ട്, കായലുണ്ട്, പുഴയുണ്ട്, കയറുണ്ട്, പലതരം വിഷങ്ങളുണ്ട്, റെയിൽപാളം ഇഷ്ടം പോലെയുണ്ട്. എന്തിനാടി ഇങ്ങനെ ജീവിച്ചിരിക്കണേ? ദോഷമല്ലാതെ വല്ല ഗുണമുണ്ടോ ആർക്കെങ്കിലും? നീ കണ്ടോടി മോളെ? ഓ കണ്ടു. കണ്ടിട്ട് എന്തു തോന്നി? അതൊരു പൊട്ടത്തെ പോലെ ഇരിക്കുന്നു. പൊട്ടത്തിയൊന്നും അല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവൾ അധികകാലം ഈ വീട്ടിൽ നിന്ന് പൊറുക്കില്ല. ഏഷണിക്കാരിയാണോ അമ്മേ? ഒരു തന്റേടിയുടെ ലക്ഷണമുണ്ട്. അത് ഈ വീട്ടിൽ ആരെങ്കിലും വകവെച്ച് കൊടുക്കൂ. ഇനിയിപ്പം നാണം കെട്ടിട്ട് മനുഷ്യനെ മുഖത്ത് നോക്കാൻ വയ്യല്ലോ. എന്തുപറ്റി? എന്ത് പറ്റിയെന്ന് നിനക്കറിയില്ല? ഇനി ചോദിക്കുന്നവരോടൊക്കെ സമാധാനം പറയണ്ടേ? അതങ്ങ് പോട്ടേന്ന് വെക്കാം. എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ മതിയല്ലോ. ആരോട് കള്ളം പറയും? ഇളയച്ചൻ സകലരോടും പറഞ്ഞു നടക്കല്ലേ അത് സ്വന്തം മോളാണെന്ന്. മോളാണെന്നൊന്നും പറയണ്ട, വേറെന്തെങ്കിലും പറയട്ടെ. ഇപ്പൊ തന്നെ ഇവിടെയുള്ളവരോട് പറഞ്ഞില്ലേ? വന്ന വഴിക്ക് ജംഗ്ഷനിലും കൊട്ടിഘോഷിച്ചിട്ടുണ്ടാവും. ആ ശരിയാ. നമുക്കിപ്പോ അയൽക്കാരോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ചിട്ടിപ്പിരിവിന് പോണ സുകേഷ് ചേട്ടനോട് ആരെല്ലാം ചോദിക്കും? ചോദിക്കുന്നവർക്ക് മറുപടി കൊടുക്കണ്ടേ? പുറത്തുള്ളവരോട് പെങ്ങടെ മോളാണെന്നോ അകന്ന ചാർച്ചക്കാരിയാണെന്നോ അങ്ങനെ എന്തേലും പറഞ്ഞാൽ മതി. അത് നമ്മൾ മാത്രം പറഞ്ഞാ പോരാ, ഇളയച്ചനെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അമ്മ ഇളയച്ചനോട് വേണ്ടതുപോലെ അങ്ങ് പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ലെങ്കിലോ? എനിക്കല്ലേ പിന്നെ നാണക്കേട്. അത് സാരമില്ല, അമ്മയുടെ നാണക്കേട് സഹിക്കുക. നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി നടക്കേണ്ടത് ഞാനാ. അവരെന്നോട് ചോദിക്കും ആ പെണ്ണാരാ, എന്താ, എവിടുന്നാ എന്നൊക്കെ. ഏളയച്ചന്റെ മോളാന്ന് പറഞ്ഞ പുറകെ 100 ചോദ്യം വരും. ഏത് വകയിലുള്ള മോള്, എത്ര ഭാര്യമാരുണ്ട്, എത്ര മക്കളുണ്ട്, ഇതിനെല്ലാം ഞാൻ ഉത്തരം പറയണ്ടേ? ഇളയച്ചന് വേറെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നെന്ന് നാട്ടുകാരറിഞ്ഞാ നമുക്ക് എന്തൊരു നാണക്കേടാ. അമ്മ ചിറ്റയോടൊന്ന് പറ, ദൈവത്തെ ഓർത്ത് ഇപ്പൊ വന്ന് കേറിയവള് സ്വന്തം മോളാണെന്ന് പറഞ്ഞ് ഞങ്ങളെ നാണം കെടുത്തരുതെന്ന്. വല്ല ആവശ്യമുള്ളതാണോ ഈ ഗോവിന്ദകുട്ടിക്ക്? ഇത്രയും കാലം ഇല്ലാതിരുന്ന മകളെ തെരഞ്ഞു പിടിച്ചോണ്ട് വന്നിരിക്കുക. വിജയോട് ഞാൻ തന്നെ പറയാം. നീ എന്തോന്ന് ചെയ്യുവാടി വിജയമ്മേ? ഞാൻ അവർക്ക് കൊടുക്കാൻ ചായ ഉണ്ടാക്കുക ചേച്ചി. അവളെ വിളിച്ചുണ്ടാക്കാൻ പറ. അവക്ക് വീട്ടുവേലയ്ക്കൊക്കെ നിന്ന് നല്ല പ്രാക്ടീസ് ഉണ്ടല്ലോ. ചേച്ചി കണ്ടോ ആ കുട്ടിയെ? ഓ കണ്ടു. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? കുറച്ച് ഭംഗിയുണ്ടായിട്ട് എന്താ കാര്യം? സ്വഭാവം നന്നാവണ്ടേ? സ്വഭാവത്തിന് എന്താ കുഴപ്പം? ഇടി കൊറേ വീട്ടിലൊക്കെ താമസിച്ച് പലരുമായിട്ട് ഇടപഴകിയതല്ലേ, സകല അടവും പഠിച്ചിട്ടുണ്ടായിരിക്കും. കണ്ടാൽ അങ്ങനെ തോന്നില്ല കേട്ടോ. നീ ഇങ്ങനൊരു പൊട്ടി. നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ അവളീ വീട്ടിനകത്ത് കാലെടുത്ത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അത് പിന്നെ ഗോവിന്ദേട്ടന്റെ മോളല്ലേ ചേച്ചി, നമ്മളിപ്പോ എങ്ങനെയാ വേണ്ടാന്ന് പറയുന്നേ? ഓ കുന്തം. എടി വെല്ലോളമാരി പ്രസവിച്ച പെണ്ണ് എങ്ങനെയാ ഗോവിന്ദൻകുട്ടിയുടെ മോളാവുന്നേ? നിന്റെ വയറ്റിൽ ജനിച്ച മക്കള് മാത്രമേ നിന്റെ നോട്ടത്തിൽ ഗോവിന്ദൻകുട്ടിയുടെ മക്കളാവുന്നുള്ളൂ. എടി അങ്ങനെ നീ വിചാരിക്കാവൂ, അങ്ങനെ കാണാവൂ. ഗോവിന്ദേട്ടന് അവളെ വലിയ കാര്യം തോന്നുന്നു. ഇടി പൊട്ടി.
എടി നിന്റെ മക്കൾ ഇവിടെ ഉള്ളപ്പോ നീ ഒരു കാരണവശാലും അവളെ ഇവിടെ കയറ്റാൻ പാടില്ലായിരുന്നു. വേണ്ട ഗോവിന്ദേട്ടാ, ഞാൻ സമ്മതിക്കില്ല. അവളെ കൊണ്ടുവന്ന ഞാൻ ചത്തുകളയും, അല്ലെങ്കിൽ എന്റെ മക്കളെ വിളിച്ചോണ്ട് ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയിക്കളെ എന്നൊക്കെ പറയേണ്ടതായിരുന്നു നീ. എനിക്കതിനുള്ള ധൈര്യമൊന്നും ഇല്ല ചേച്ചി. ഉള്ള കാര്യം പറയാൻ ആരെയാടി പേടിക്കുന്നത്? നിന്റെ സ്ഥാനത്തെ ഞാനായിരിക്കണം. ഇനിയിപ്പൊ ഗോവിന്ദക്കുട്ടി അവളെ തലയെ കയറ്റി വെച്ചോണ്ട് നടക്കും. ഈ വീട്ടിൽ അവള് പറയുന്നതായിരിക്കും വേദവാക്യം. ആദ്യ ഭാര്യയിലെ സന്തതിയല്ലേ, അമ്മയില്ലാത്ത കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് തോളയിലോട്ടെടുത്തു വെക്കും. ഇനി നിന്റെ മക്കള് രണ്ടാം കട. ഗോവിന്ദേട്ട പിള്ളേരോട് അങ്ങനെയുള്ള വ്യത്യാസം ഒന്നും കാണിക്കത്തില്ല ചേച്ചി. എടി നീ നോക്കിക്കോ, ഞാൻ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ലല്ലോ. ഒക്കെ പോട്ടെ, ഇനി അവക്ക് ചെലവിനുണ്ടാക്കി കൊടുക്കണ്ടേ? വേണം. തുണിയും മന്ത്രവും മരുന്നും ഒക്കെ വാങ്ങി കൊടുക്കണ്ടേ? അതും വേണം. പിന്നെ ഒരു പ്രായമാവുമ്പോ കെട്ടിച്ചും വിടണ്ടേ? വേണ്ടേ? രൂപ എത്രയാടി ചെലവ്? 1000 ആണോ? 10,000 ആണോ? അല്ല, ലക്ഷങ്ങള്. ഇതൊക്കെ ആരനുഭവിക്കേണ്ടതാ? നീ നൊന്ത് പ്രസവിച്ച നിന്റെ മക്കള്. അതിപ്പോ വേറെ ഏതോ ഒരുത്തിയുടെ മകള് വന്ന് തട്ടി അങ്ങെടുക്കുന്നു. ആ ദേ, അതുകൊണ്ട് വിജയമ്മേ, അവളെ ഇപ്പോഴേ നിലയ്ക്ക് നിർത്തിക്കോ. ഇല്ലെങ്കിൽ അവൾ ഈ കുടുംബം ഭരിച്ചെന്ന് വരും. ഗോവിന്ദൻകുട്ടിക്ക് അവള് വലുതായിരിക്കും, പക്ഷെ നീ അവളെ അവന്റെ കണ്ണുകൊണ്ട് കാണണ്ട. കുറച്ച് ചെറുതായിട്ട് കണ്ടാ മതി. അവൻ നിന്റെ മക്കളോട് വേർതിരിവ് കാണിച്ച നീ കടുകടക്കി വിട്ടുകൊടുക്കരുത്. അതനുവദിച്ച നിന്റെ മക്കൾക്ക് തോന്നും അവര് രണ്ടാം തരക്കാരാണെന്ന്. പതുക്കെ പറ ചേച്ചി. അപ്പോഴും ഇപ്പോഴും എപ്പോഴും എനിക്കൊന്നേ പറയാനുള്ളൂ, വേലിയിലിരുന്ന പാമ്പാ ആ പെങ്കൊച്ച്. നീയും നിന്റെ മക്കളും അനുഭവിക്കേണ്ട മുതലാ അന്യ ഒരുത്തി വന്ന് കൈയിട്ട് വരാൻ പോകുന്നത്. നീ സൂക്ഷിച്ചോ, ഈ ചന്ദ്രമതി ഒന്നും കാണാതെ ഒന്നും പറയില്ലെന്ന് നിനക്കറിയാലോ.